ഇനി അതായത് കൂടുതൽ നമ്മൾ ആൺകുട്ടികളോട് ചോദിക്കുന്ന ഒരു കാര്യമാണ്, അവർക്ക് ഫൈറ്റ് എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമായിരിക്കും അല്ലെ? സിനിമകൾ നമ്മൾ കാണുമ്പോഴും നമുക്ക് ഫൈറ്റ് സീൻസ് കാണാൻ ഒരു പ്രത്യേക ഇഷ്ടം ഉണ്ടാവും. വൺസ് നിങ്ങൾക്ക് അതിനൊരു ചാൻസ് കിട്ടുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ആവേശമായിരിക്കും. അങ്ങനെ ആവേശം കയറിയിട്ട് ഒരു ഫൈറ്റ് ചെയ്ത് എന്തെങ്കിലും അബദ്ധം പറ്റിയിട്ടുണ്ടോ? ഉണ്ടാവും എവിടെയെങ്കിലൊക്കെ. അല്ല, ആവേശം കയറി ഫൈറ്റ് ചെയ്യുന്നല്ല. നമ്മളിപ്പോ സിനിമയിലുണ്ടായുള്ള പല രസകരമായ മുഹൂർത്തങ്ങളിൽ ഒന്നെന്ന് വേണമെങ്കിൽ പറയാം. അവരോട് എഫേർട്ട് എടുത്ത് എന്നാലും അധികം വിജയിക്കാതെ പോയൊരു സിനിമയാണ് നമ്മൾ പണ്ട് പൃഥ്വിരാജ് അഭിനയിച്ച് ഭയങ്കര ഹിറ്റായിട്ടുള്ള ക്യാരക്ടറാണ് സാത്താൻ, വയലൻസ്. അതിന്റെ സാത്താന്റെ മകനായിട്ടാണ് ആസിഫ് അസുരൂത്ത് എന്നുള്ള സിനിമ ചെയ്തത്. അപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞത് ഇരുന്ന് പറയാൻ എനിക്ക് അറിയില്ല. അങ്ങനത്തെ കുറെ ആക്ടിവിറ്റീസ് അത് വേണ്ട, നിങ്ങളെല്ലാം ഇരിക്കല്ലേ, അതുകൊണ്ടാണ്. അപ്പോൾ അസുരൂത്ത് എന്നുള്ള സിനിമ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ക്രൗൺ പ്ലാസ, എറണാകുളത്തെ ക്രൗൺ പ്ലാസയുടെ മുമ്പിൽ ഒരു ബ്രിഡ്ജ് ഉണ്ട്. ആ ബ്രിഡ്ജിൻ്റെ അവിടെയാണ് എന്ന് വെച്ചാൽ ആസിഫ് ആദ്യമായിട്ട് പുള്ളി എന്താ പറയുക ഒരു ഗുണ്ടയുടെ മകനാണ്, അല്ലെന്നുണ്ടെങ്കിൽ പുള്ളിയുടെ ആ ഇൻസ്റ്റിങ്ക്റ്റ് എന്ന് വെച്ചാൽ പുള്ളിക്കും അതിൻ്റെ ഒരു വേരോട്ടം ഉണ്ട് എന്ന് കാണിക്കുന്ന സിനിമയുടെ ആദ്യത്തെ സീക്വൻസ് അതാണ്. അപ്പോൾ എന്ന് വെച്ചാൽ ഞാൻ ഏതൊരു ലേഡിയുടെ അടുത്ത് എന്ന് വെച്ചാൽ നമ്മുടെ രശ്മി ചേച്ചി ഉണ്ടല്ലോ, രശ്മി ബോബൻ. അപ്പോൾ രശ്മി ചേച്ചീനെ എന്തൊരു കാര്യം പറഞ്ഞ് പുള്ളിക്കാരത്തിനെ കൈപിടിച്ച് വലിക്കുന്ന സമയത്തായിരിക്കും ഗണപതിയും ആസിഫും കൂടി നടന്നു വരും റോട്ട് കൂടെ. അപ്പോൾ ഗണപതി പറയും എന്ത് തോന്നിയ ദിവസത്തോടെ കാണിക്കുന്ന മറ്റേ കൈനൂറ് രൂപ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ചെന്നിട്ട് ഗണപതിക്ക് ഒരു ചവിട്ട് കൊടുത്തിട്ട് തിരിഞ്ഞിറക്കുന്ന സമയത്ത് പെട്ടെന്ന് ആ ഒരു കയ്യിൽ കയറി പിടിക്കും. അപ്പോൾ നോക്കുന്ന സമയത്ത് ആസിഫ് ആയിരിക്കും. അപ്പോൾ ആസിഫ് പറയും സോറി പറഞ്ഞിട്ട് പോടാന്ന് പറയും. അപ്പോൾ അവിടുന്ന് ഞങ്ങൾ തമ്മിലൊരു ഫൈറ്റ് തുടങ്ങാം. അപ്പോൾ ഒരു 2-2.5 ദിവസം കൊണ്ട് എടുത്തു. അപ്പോൾ ആദ്യം ആസിഫിന് ഞാനൊരു അടിക്കും, ആസിഫ് എന്നെ തിരിച്ചടിക്കും. അപ്പം എന്ന് വെച്ചാൽ ഈ ഹൈവേ ബ്ലോക്ക് ചെയ്യാനൊന്നും അതിൻ്റെ ഒരു ബഡ്ജറ്റ് ബേസ് പരിപാടികളൊന്നും ബ്ലോക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ പൈസയുടെ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാരണം ഹൈവേ ഞങ്ങൾ ബ്ലോക്ക് ചെയ്തില്ല. ഹൈവേയുടെ ഭാഗത്തു കൂടെ ഹൈവേ വണ്ടികളൊക്കെ പൊക്കോട്ടെ, ചെറിയ ട്രക്കുകൾ, ചെറിയ ബസ്സുകൾ ഒക്കെ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ്. അപ്പോൾ ഇത് ഏറ്റവും ഉരുത്തി പോയിട്ട് നമ്മുടെ ക്യാമറമാൻ വിഷ്ണു നമ്പൂതിരി, ഡയറക്ടർ AK സജിൻ സാറാണ്. അപ്പോൾ ഏറ്റവും മുകളിൽ ചെന്നിട്ട് ഈ ഹൈവേയുടെ കുറുക്ക് ഓടുക എന്ന് വെച്ചാൽ ഒരു ടൈമിങ് നമുക്ക് ഏകദേശം അറിയാം, വണ്ടി ഇടിക്കില്ല എന്നുള്ള ടൈമിങ്ങിലൊക്കെ പോവാണ്. അങ്ങനെയൊക്കെ പോവാണ്. അങ്ങനെ ജസ്റ്റൊക്കെ അങ്ങ് ഓടി ഹൈവേയുടെ ക്രോസ് ചെയ്തിട്ട് കുറുകെ ഓടുക എന്ന് വെച്ചാൽ ഇങ്ങനെ വണ്ടിയിൽ പോകുന്നുണ്ട്, ഇങ്ങനെ കുറുകെ ഓടണം. കുറുകെ ഓടിക്കഴിഞ്ഞ അവസാനം ഞാനൊരു കൈവരി ചെന്ന് ഒന്ന് സ്പീഡിൽ ചെന്നിട്ട് അങ്ങ് ഇടിച്ച് നിന്ന് തിരിയുന്നതും ആസിഫ് ഒരു ഇടി ഇടിക്കും. ആ ഇടി ഇടിക്കണതിൽ ഞാൻ തെറിച്ച് താഴത്തോട്ട് പോകുന്നതാണ് ഫസ്റ്റ് ഡേ എടുത്തത്. അപ്പോൾ ആ തിരിച്ച് തെറിക്കുന്നത് വരെയുള്ള സാധനം അവിടെ വെച്ചെടുത്തു. അപ്പോൾ സ്റ്റണ്ട് ഡയറക്ടർ ആരോ ഉണ്ടെന്ന്, സ്റ്റണ്ടിൻ്റെ അസോസിയേറ്റ് ആരോ പറഞ്ഞു, സാജൻ സാറിൻ്റെ അടുത്ത് പറഞ്ഞു இது நாளைக்கு பண்ணிடலாம் சார், ஒன்றும் பிரச்சனை இல்லை, நாளைக்கு டூப் சென்னையில் வந்துடுவாங்க சார், அவங்க வந்தப்போ நாளைக்கு அப்படி நம்ம റോ പോട്ട് அப்படி ഇങ്ങിരുന്ന് റോ പോട്ട് அப்படி ഇങ്ങിരുന്ന ഒരു ജമ്പ് അவ்வளோதான். അപ്പോൾ ഞാൻ വിചാരിച്ചു ജമ്പ് നമ്മളല്ലല്ലോ, പ്രശ്നമില്ലല്ലോ. അപ്പോൾ ഞാൻ അടുത്ത ദിവസം കാലത്ത് വരുന്നു, ഗുഡ് മോർണിംഗ് എല്ലാവരും പറഞ്ഞു. ഞാൻ പറഞ്ഞു ഡ്യൂപ്പ് ഡ്യൂപ്പ് ചാടുന്നൊന്ന് കാണാമല്ലോ, ഇത്രയും ഹൈറ്റ് നിർത്തി ചാടുകയല്ലേ ബ്രിഡ്ജിൻ്റെ അവിടെ നിന്ന്. അപ്പോൾ ആസിഫിന് ഡ്യൂപ്പൊന്നും ഇല്ല, കാരണം അവൻ എന്തോ തന്നെ ചെയ്യുന്നൊക്കെ പറഞ്ഞ് അവനങ്ങനെ നിൽക്കണം. അപ്പോൾ ആസിഫിന് ഡ്യൂപ്പ് ഉണ്ടോ ഇല്ലെന്ന് എനിക്ക് അപ്പം അറിയില്ല. അപ്പോൾ ഞാനിങ്ങനെ ഡ്യൂപ്പ് എവിടെ അപ്പോൾ വേറെ ആരോ എന്തൊക്കെ ഡബിൾ ബെഡ് കോട്ടില്ല, നമ്മൾ ഡബിൾ ബെഡ് അല്ല സിംഗിൾ ബെഡ്, ഡബിൾ ബെഡ് അല്ല സിംഗിൾ ബെഡ് കോട്ട് ഉണ്ടല്ലോ നമ്മൾ ഇത് 6-5 അങ്ങനത്തെ ഒരു 5 അങ്ങനത്തെ ഒരു. അപ്പോൾ ആ കോട്ട് ഇവിടെ നിന്ന് ചാടുന്നതിൻ്റെ ഇപ്പം ഇങ്ങനെയല്ല ചാടേണ്ടത്, ഇങ്ങനെ ചാടേണ്ടത്. ഇപ്പം ഇങ്ങനെ ചാടിക്കുമ്പോൾ അവിടെ നിന്ന് ആൾക്കാർ താഴെ നിന്ന് നടന്ന് ഈ ഹൈവേയിൽ എത്താൻ പറ്റിയ അങ്ങനെ ഒരു കൈവരിയുണ്ട്, അതും ഇങ്ങനെ 6 ആകാം ഇങ്ങനെ വന്നിരിക്കണത്. അപ്പോൾ അതിൻ്റെ അവിടെ കൊണ്ടൊരു ബെഡ് ഇടുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ശരി ഡ്യൂപ്പ് വന്നിട്ട് ഇവിടുന്ന് അങ്ങോട്ട് ചടവും മിടുക്കനായിരിക്കുമല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു இந்த ഡ്യൂപ്പ് എങ്കപ്പോൾ ഒരു വാങ്ങ എന്നൊക്കെ ചോദിച്ചു നിൽക്കുക. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരാൾ വന്നിട്ട് പെട്ടെന്ന് പുള്ളി ഷട്ടണ്ട് പോക്കി. ഞാൻ പറഞ്ഞു എന്നാ சார் ரெடி ஆயிடுச்சு சார், டைம் போயிட்டு இருக்கு சார், എന്തൊക്കെയോ കുറച്ച് സാധനങ്ങൾ കെട്ടി. ഞാൻ പറഞ്ഞു ഇത് എന്നാ ഇത്? അപ്പം ഞാൻ എന്താ വെച്ചാൽ ഡ്യൂപ്പ് ഇത് പറയാൻ சொன்ன ഡ്യൂപ്പ് അല്ല ഇല്ലங்க സാർ, അല്ല ചെന്നൈയിൽ ഒന്നും നമ്മൾ പണവട്ട മുടിയില്ല സാർ എന്ന് പറഞ്ഞ് നേരെ സാധനങ്ങളെല്ലാം കൂടി കെട്ടിപ്പറക്കി നേരെ എന്നെ വലിച്ചു കൊണ്ടുവന്നിട്ട് ഇതിൻ്റെ മുകളിൽ ഇവിടെ നിർത്തി. അപ്പം ഞാൻ ഇത് പെട്ടെന്ന് നമ്മൾ 10-20 അടി താഴ്ചയുണ്ട്. അത് മാത്രമല്ല ഇങ്ങനെ ചാടുകയാണെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് ഏകദേശം ഇത് നമ്മൾ ഒന്ന് ആ ബ്രിഡ്ജിന്റെ മുകളിൽ താഴത്തോട്ട് നോക്കി തന്നെ തല ഇറങ്ങും. അതൊന്ന് പിന്നെ ഫുള്ള് നമ്മുടെ ബേബി മെറ്റലാണ്, ബേബി മെറ്റലല്ല കുറച്ച് വലിയ മറ്റേ ഉരുളങ്കല്ലാണ്. അപ്പൊ ഇതിനകത്തോട്ട് ചാടി ഇല്ലെന്നുണ്ടെങ്കിൽ നേരെ മെറ്റലാ വീഴ. അത് തന്നെ ഇവര് നമ്മൾ പറയില്ല, നമ്മൾ ഒളിമ്പിക്സിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് വല്ല ഗോൾഡ് മെഡലും കിട്ടിയാണ്, അതുപോലെ ചാടണം, വന്ന് ഇതിനകത്ത് തന്നെ ലാൻഡ് ചെയ്യണം. അല്ല അപ്പൊ ഞാൻ പറഞ്ഞു അണ്ണാ ഇത് മുടിയാതെ അല്ല ഹൈറ്റ് എന്നല്ല, അവിടെ നോക്കി ആർക്കാണെങ്കിലും പേടി വരും വെച്ചാല്. അപ്പോൾ ഞാൻ പറഞ്ഞു മുടിയാതെന്ന് വെച്ചാൽ സാർ എല്ലാം സിമ്പിൾ ആണ് മാറ്റർ സാർ, 1 2 3 ആക്ഷൻ சொல்லும்போது நீங்க அப்படி குதிச்சிடணும்.
ഞാനെന്നുണ്ടെങ്കിൽ അങ്ങനെ നിൽക്കണം. അപ്പം ഒരു തോതിൽ ഇവർ വിടുന്നില്ല. അപ്പോൾ ഞാൻ സാൻസാറിൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ പറഞ്ഞു സാൻസാർ എനിക്കത് ഒരു വല്ലായ്മ എന്ന് വെച്ചാൽ റോണി നമ്മുടെ പടത്തിൻ്റെ ബഡ്ജറ്റ് അറിയില്ല, ഇത് ഇങ്ങനെയാണ് ഇതിൻ്റെ പരിപാടി, നമുക്കിത് എന്ത് ചെയ്യാൻ പറ്റും നമുക്കിപ്പോൾ. അപ്പോൾ എനിക്ക് പിന്നെ ഡയറക്ടർ അങ്ങനെ പറഞ്ഞില്ല. അപ്പോഴേക്കും ആസിഫ് ആസിഫ് കൊണ്ട് വന്നു, അവന് റെഡി ആയിക്കൊണ്ടിരിക്കില്ല. എന്താടോ? അപ്പോൾ ഞാൻ പറഞ്ഞു അല്ലാടത്ത് ഇവിടുന്ന് ചാടാൻ പറഞ്ഞു വെച്ചാൽ എൻ്റെ ഡോക്ടർ റോണി സിമ്പിൾ കരുതി എടുത്ത് പൊക്കി നേരെ പിടിച്ചിട്ട് മുളക്കി വെച്ചിട്ട് അവനോട്ട് മാറി എവിടെ അതാ 1 2 3 പറയുമ്പോൾ അതാണ് ചാടിയ പ്രശ്നം കഴിഞ്ഞില്ല. എവിടെ താൻ സമയം കളഞ്ഞത് എനിക്ക് ചാടാൻ. ഞാൻ ആസിഫ് ആക്ഷൻ പറഞ്ഞു, ഒറ്റ ചാട്ടം. അതിൽ പോയി ലാൻഡ് ചെയ്ത് കറക്റ്റ് എൻ്റെ തല പോയിട്ട് ആ കൈവിളിക്ക് പോകുന്നിടത്ത് മേക്കപ്പിൽ ഏതൊരു പയ്യൻ പോയിട്ട് ആ ഇതിൻ്റെ അവിടെ കൈ വെച്ച് അവൻ്റെ കയ്യിൽ വന്നാണ് ഇടിച്ച് നിന്നത്. അല്ലാതെ തല പൊട്ടുമായിരുന്നു ഉറപ്പായിട്ടും. അല്ലെങ്കിൽ തല പൊട്ടുമായിരിക്കാം അല്ലെ, പൊട്ടുണ്ടാണല്ലോ. ആരാണ് മേക്കപ്പ് മാൻ? ആരാണ് മേക്കപ്പ് എന്നുള്ളത് രക്ഷകൻ ആരൊരാളുണ്ടായിരുന്നു. അപ്പൊ എൻ്റെ അടുത്ത് അപ്പൊ എനിക്ക് കയ്യിലിടിച്ചാൽ അപ്പൊ അവൻ പറഞ്ഞ് ചേട്ടാ എന്റെ കൈയോടെ വെച്ചുകൊണ്ടാണ് ചേട്ടന്റെ തല ഒന്നും ഇരിക്കാതിരുന്നെന്ന് പറഞ്ഞു. അപ്പൊ കാല് കുത്തി അങ്ങനെ ഭയങ്കര തല പൊളിയൊന്നുമില്ല, എന്നാലും മുറിഞ്ഞേനെ. പക്ഷെ ഡ്യൂപ്പിനെ കാണാൻ ആവേശത്തിൽ പോയ ആള് അവസാനം പെട്ട് വന്നൊരു കഥയാണ് ഇത്.